മാർഫ ബീച്ച്, അബുദാബി മാർഫ ബീച്ച്. ഇത് കടൽ വറ്റിച്ചെടുത്തിട്ടുള്ള ബദാസയിൽ ഉള്ള പ്രദേശമാണ്. കടൽ വറ്റിച്ചെടുത്തിട്ടുള്ള 3 കിലോമീറ്ററോളം കടൽ വറ്റിച്ച് എടുത്തിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത് കടലിന് നടുക്കുള്ളതാണ് ഈ ബദാസ. ഇത് ഇത്രയും കെട്ടിടങ്ങളെല്ലാം നിലനിൽക്കുന്നത് കടൽ വറ്റിച്ചെടുത്തിട്ടുള്ള സ്ഥലമാണ്. അപ്പം അവിടെയാണ് ഈ കെട്ടിടങ്ങളെല്ലാം നിൽക്കുന്നത്. നടുക്കാണ്, കടലിന് നടുക്കാണ്. ഇത്രയും ഈ വണ്ടി പോകുന്ന സ്ഥലങ്ങളെല്ലാം കടൽ വറ്റിച്ചെടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇത് അവിടെ ഒരു ലുലു ഉണ്ട് ബദാസ തന്നെ. കടൽ വറ്റിച്ച് എടുത്ത ഒരു പ്രദേശമാണ് ഫുള്ള്. അത്രയും കടൽ വറ്റിച്ച് ഇത്രയും ഇതാവുന്നുണ്ടെങ്കിൽ ഇത് മാത്രം. ഇത് അവിടുത്തെ ഷോപ്പിംഗ് സെൻറ്റർ. അതായത് വെള്ളി, വ്യാഴം, വെള്ളി, ശനി, ഞായർ ഈ 4 ദിവസം മാത്രമേ ഇവിടെ ഇത് ഉണ്ടാകത്തുള്ളൂ, പ്രോഗ്രാംസ് നടക്കത്തുള്ളൂ. അങ്ങനത്തെ സ്ഥലമാണ് ഇത്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ചെറിയൊരു ഫെസ്റ്റിവലാണ് നടക്കുന്നത്. എല്ലാ ആഴ്ചയിലും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ നടക്കുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരൻ വന്ന ഗൈഡ് ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാണ്. ഇത്രയും കടലിൻ്റെ നടുക്ക് തന്നെയാണ് ഇതുള്ളത്. ബാക്കി ബാക്ക് സൈഡ് കടലാണ്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ആ ഷോപ്പിങ്ങിൻ്റെ കയറുന്നതിനുള്ള ഫ്രണ്ട് വശമാണ്. അപ്പോൾ വണ്ടി ഇങ്ങനെ പോവുകയാണ്, നമ്മൾ നടന്ന് പോവുകയാണ്. അപ്പം ഓരോ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നവരാണ്. അപ്പോൾ ഇതിനകത്ത് കയറുമ്പോഴത്തേക്ക് പുരാതനമായിട്ടുള്ള അറബി സ്ത്രീകളാണ്. അപ്പോൾ അവരുടെ മുന്നിൽ നമ്മുടെ വീഡിയോ ക്യാമറ അവരുടെ ഫേസ് കാണിച്ച് എടുക്കരുത്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അവിടുത്തെ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ പാവ അങ്ങനത്തെ സാധനങ്ങളാണ്. ഇത് ഓരോ കടകളിലും ഓരോരോ പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം പുള്ളി ഓരോന്നിങ്ങനെ പറഞ്ഞു തരുന്നത്. ഇത്ര ഓരോന്നിനും ഓരോ ഇതായിട്ടുള്ള ഇതാണ് കാണിക്കുന്നത്. അപ്പം ഇവിടെ റോഡ് വീലറുണ്ട്, കാറ്. അപ്പം അതിൻ്റെ നമ്മുടെ നാട്ടിൽ 100 രൂപ മുതൽ 10,000 20,000 രൂപ വരെ അതിൻ്റെ വിലയുണ്ട്. അപ്പം റോഡ് വീലറിൻ്റെ റെയർ കളക്ഷൻസ് ഇവിടെ ഒത്തിരി അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇതിലും ഓരോതായിട്ടുള്ള ഒരു പുരാതനമായിട്ടുള്ള ഓരോ ഇതും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓരോ രാജ്യത്തിൻ്റെ ഇതും ഇവരുടേതായിട്ടുണ്ട്. ഭയങ്കര പ്രൈസാണ്. അപ്പം അതിൻ്റെ ഇതിൽ നടക്കുവാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. ഇപ്പോൾ റോഡ് വീലറിൻ്റെ ഓരോ കാര്യങ്ങൾ ഞാൻ നടക്കുവാണ്. ആ ഷോപ്പിങ്ങിൻ്റെ ഓരോ മാളുകളിലും ഓരോ റോഡ് വീലറിൻ്റെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതത്രയും ഞാൻ കാണിച്ചു തരുവാണ്. പുള്ളി റെയർ കളക്ഷനാണ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതവിടുത്തെ ഓരോരോ പുരാതനമായിട്ടുള്ള ഡ്രസ്സുകളും അതും ഇതൊക്കെയാണ് ഓരോ ഷോപ്പിംഗ് സെൻറ്ററിൽ ഓരോരോ ഇതായിട്ടാണ് കാണിക്കുന്നത്. ഓരോന്നിൻ്റെ പ്രത്യേകതയായിട്ടാണ്. ഇത് അവിടുത്തെ ഓരോരോ ഷോപ്പിംഗ് സെൻറ്ററിലെ ഓരോരോ ചെറിയ ചെറിയ കടകളാണ്. അപ്പം ഇത് ഹോട്ട് വീലറിൻ്റെ ഷോപ്പാണ്. അപ്പം അത് അവിടെ നിൽക്കുന്ന അറബിച്ചക്കനാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഓരോന്നും ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള ഇതാണ് കാണിക്കുന്നത്. ഇത് ഹോട്ട് വീലറിൻ്റെ റയർ കളക്ഷൻസാണ്. പിന്നെ ഇത് ഡയമണ്ട് ഒന്നുമില്ല, നോർമലി നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന റോഡ് ഗോൾഡാണ്. അങ്ങനത്തെ ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല, എന്നാലും ചെറിയ ചെറിയ കടകൾ എല്ലാം ഒരുവിധം കൊള്ളാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ഒരു ഇതായിട്ടല്ല. അത് ചൈനേൻ്റെ സാധനങ്ങളാണ്. ഇതൊക്കെ എന്താ പറയുക, നമ്മുടെ വെറുതെ ഒരു ഷോയ്ക്ക് വയ്ക്കാൻ പറ്റുന്ന ഓരോരോ ഇതാണ്. അത്രയാണ്. എക്സ്പെൻസാണ്, ഭയങ്കര പ്രൈസാണ് അവർ പറയുന്നത്. അപ്പം ഇതൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഓരോരോ സ്ഥലത്തും ഓരോരോ ഇതാണ്. അത് പെർഫ്യൂമിൻ്റെ അത്തറിൻ്റെയൊക്കെ ഏരിയയാണ്. അത്രയാണ്. അത് എല്ലാം ഒരേ കണക്ക് തന്നെയാണ് എല്ലാ റേഞ്ച്. പിന്നെ ഐസ്ക്രീം, ചെറിയ ചെറിയ ഷോപ്പുകൾ, ഫ്രീ ഫുഡാണ്. ഇത്രയും എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓരോ ഇതാണ്. കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഫ്രീ ആണ്. ചിലതിന് മാത്രമേ കാശ് അവർ വാങ്ങിക്കുന്നുള്ളൂ, ചിലതിനൊന്നും വാങ്ങിക്കത്തില്ല. കാരണം അറബിക്കാണ്. ഇവിടെ ഗാനമേള നടക്കുകയാണ്. അറബിക്കിൻ്റെ ഗാനമേളയായിട്ട് നടക്കുകയാണത്. അങ്ങനത്തെ ഓരോരോ ഇതായിട്ടാണ്. ഭയങ്കര
എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇതാണ്. ഇത്രയും ഇതായിട്ട് എല്ലാ ചെറിയ കുട്ടികൾ സഹിതമുണ്ട് ഇത് കേൾക്കാനായിട്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് കടലാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ഓരോ ഈ പുരാതനമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് പുള്ളിക്കാരൊന്ന് സംസാരിക്കുന്നത്. അത്രയും നമുക്കത് പറഞ്ഞ് നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നവരതാണ്. പിന്നെ അവിടെ നടക്കുന്ന ഡാൻസാണ്. അലാവുദ്ദീൻ അത്ഭുത വിളക്കിൻ്റെ ആ ഒരു ഇതാണ് പ്രതീതിയാണ് കാണിക്കുന്നത്. ഇത് അലാവുദ്ദീൻ അത്ഭുത വിളക്കിനെ രാജാവിനെ വരവേൽക്കുന്നതിന് വേണ്ടി കാണിക്കുന്ന ഒരു എന്താ പറയുക, വിളക്കിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കാണിക്കുന്ന ഒരു ഇതാണ്. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അത് കഴിഞ്ഞു. തിരിച്ച് വിളക്കിലേക്ക് കയറി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു ഡാൻസാണ്. ഇത് ഡാൻസല്ല, ഒരു ചെറിയൊരു ഇത് കണക്ക് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. അലാവുദ്ദീൻ അത്ഭുത വിളക്കിൻ്റെയും ഒരു ഇതാണ്, ഒരു ഇതാണ് കാണിക്കുന്നത്. അല്ലാതെ അതിൽ വേറെ ഒരു ഇതുമില്ല. അവർ കുക്ക് ഇത് എന്താ പറയുക, പുറത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ്. അങ്ങനത്തെ ഒരിത് ചെറിയ കുട്ടികളെ കൈ കൊടുത്ത് അങ്ങനെയൊക്കെ കാണിക്കുന്നതാണ്. അതത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഇതായിട്ട് ഡാൻസിൻ്റെ രീതിയിലൊന്നും വരുന്നില്ല. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് തിരിച്ച് കുപ്പിയിലേക്ക് കയറി പോകും. ഇത് ഗാനമേളയാണ്. അത് ബുധനും വ്യാഴവും വെള്ളിയും ആയിട്ട് കാണിക്കുന്നത്. കടലാണ്. ഈ കടലാണ് രാത്രി 8 മണിക്ക് ഉള്ളിലോട്ട് ഇറങ്ങി പോകും. പിന്നെ തിരിച്ച് രാവിലെ 8 മണിക്ക് തിരിച്ച് കയറി വരും. രാവിലെ നെഞ്ചിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ നെഞ്ചിൻ്റെ അത്ര അളവിൻ്റെ അത്ര മാത്രമേ വരത്തുള്ളൂ, ആഴമുള്ളൂ. നടന്ന് പോവാം, അത്ര തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ വേറെ ഒന്നും തന്നെ ഇല്ല കാണാനായിട്ട്. പിന്നെ കുതിരയുണ്ട്. ചെറുതായിട്ട് കുതിരപ്പുറത്തോട് കയറി. പക്ഷെ നല്ല ഇണക്കമുള്ള കുതിരയാണ്. പറഞ്ഞാലൊക്കെ മനസ്സിലാവും. ഉള്ള ഐഷി എന്നുള്ള കുതിരയാണ്. അപ്പോൾ അത് എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് സഹകരിക്കത്തൊരു കുതിരയാണ്. അത്രയ്ക്കും ഇതാണ്. നമ്മൾ തടവിയിട്ട് കത്തുന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ കുതിരപ്പുറത്ത് കയറാനായിട്ടൊക്കെ ഫ്രീ ആണ്. എങ്ങനെയെങ്കിലും കയറാം, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. 2 കുതിരയുണ്ട്. ഒരു ചെറിയ കുതിരയുണ്ട്, വലിയൊരു കുതിരയുണ്ട്. പക്ഷെ നല്ല കുതിരയാണ്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിൽ 4 നിലയുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ഊട്ടി, കൊടൈക്കനാൽ അങ്ങനത്തെ കണക്കുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകതയും അവർ പറയുന്നത്, ഓരോ ഐലൻഡിൽ നിൽക്കാണ് അവർ പറയുന്നത്. അപ്പോൾ നാട്ടിൽ ആ ഒരു ഇത് അവർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നടന്നു പോകുന്നതനുസരിച്ച് അപ്പോൾ ഈ ബിൽഡിങ്ങിന് ഇതിൻ്റെ അടിയിൽ 4 അടി താഴ്ചയുണ്ട്. പിന്നുള്ളത് കണ്ടൽക്കാടുകളാണ്. ഇത് വെള്ളം കുളിക്കാനായിട്ട് മാത്രം കുട്ടികൾ കളിക്കാനായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ വെള്ളം നല്ല രീതിയിൽ വന്നിട്ട് പ്യൂരിഫൈ ചെയ്യും. 4 നില താഴെയുണ്ട്. അപ്പോൾ അവിടെ പോയി വെള്ളം പ്യൂരിഫൈ ചെയ്തിട്ടാണ് വീണ്ടും വീണ്ടും വരുന്നത്. അപ്പോൾ ഓരോ ദിവസവും വെള്ളം ഇങ്ങനെ ഓരോ മണിക്കൂറിലും വെള്ളം പ്യൂരിഫൈ ചെയ്താണ് വരുന്നത്. അത്രയ്ക്കും നല്ല ഇതാണ്. ഇതെന്ന് പറയുന്നത് കണ്ടൽക്കാടാണ്. കടലിൻ്റെ നടുക്ക് കെട്ടിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പം ഇവിടെ നിന്ന് പോയി ഞണ്ട് കുത്താം, മീൻ പിടിക്കാം, അതൊക്കെ ചെയ്യാൻ കഴിയും. അത്രയ്ക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് രാത്രിയിൽ. കടൽ വറ്റിച്ചെടുത്തുള്ള സ്ഥലമല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ കണ്ടൽക്കാടുകൾ നിറയെ കടകൾ പിടിച്ച് വെച്ചിട്ടുണ്ട്. നടുക്ക് കടലിന് നടന്നങ്ങ് പോകാം. നടുക്ക് ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ നാട്ടിലൊക്കെ എത്തുന്നതിനൊരു പ്രതീതിയാണ് കണ്ടൽക്കാടുകൾ കാണിക്കുന്നത്. ഇതിൻ്റെ വലിയ ഞണ്ടുകളാണ് കിട്ടുന്നത്. വലിയ ഞണ്ടും കൊഞ്ചും എല്ലാ മീനും ഉണ്ട്. കക്ക, കല്ലുമ്മക്കായ, അതെല്ലാം ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് നടന്ന് പോകാൻ കഴിയും. അത്രയ്ക്കും ഭംഗിയാണ് കാണാനായിട്ട് കണ്ടൽക്കാടുകൾ. നടന്ന് പോകാം. കുറേ നേരം നടക്കാറുണ്ട്. ഏകദേശം ഒരു 4 കിലോമീറ്ററോളം നടക്കാനുണ്ട്. കടലിൽ നടക്കാണ് കണ്ടൽക്കാടുകൾ വെച്ച് വിടുവിച്ച് നടക്കുന്നത്. അത്രയ്ക്കും ഭംഗിയായിട്ടാണ് നടക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോ ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എത്തുമ്പോഴത്തേക്കുള്ള ഒരു പ്രതീതിയാണ് കാണിക്കുന്നത്. നടന്ന് പോകാൻ കഴിയും. അത്രയ്ക്കും ഭംഗിയാണ്. രാവിലെയാണ് ഇത് കാണേണ്ടത്.
നമ്മളെത്തിയപ്പോഴത്തേക്ക് അത് വൈകിട്ടായി. അപ്പം അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. മൂന്നാർ, കൊടൈക്കനാൽ അങ്ങനെയൊക്കെ പോയാണ് കാണിക്കുന്നത് ഓരോരോ പ്രത്യേകത. അത്രയ്ക്കും ഭംഗിയായിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഓരോന്നും. തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം അവിടെ ഓരോരോ സ്ഥലത്ത് ഇനി ഇരിക്കാനും എടുക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അത്രയ്ക്കും ഭംഗിയാണ് കാണാൻ. കണ്ടൽക്കാടുകളിൽ ഒക്കെ പോകുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ. അവിടെ പോയിട്ട് ഞണ്ട് കുത്താൻ കഴിയും. പക്ഷേ വെള്ളമില്ല, വെള്ളം വലിഞ്ഞു പോയി, കടൽ വെള്ളം ഉള്ളിലോട്ട് പോയി. വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്ക് 6, 7, 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വെള്ളം വലിഞ്ഞ് പോയിട്ട് രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചു പോകും. അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള സ്ഥലം.